പ്രതീക്ഷ നൽകുന്ന നോട്ടിഫിക്കേഷൻസ് നമുക്ക് കാണുവാൻ സാധിച്ചിരിക്കുന്നു. അപ്പൊ അതുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന കാര്യങ്ങൾ, അതായത് എന്തൊക്കെയാണ് ആ തസ്തികയുടെ ഒരു സ്വഭാവം, അതേപോലെ അതിന്റെ കഴിഞ്ഞ വർഷത്തെ നിയമന നില, അങ്ങനെ എന്തൊക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു ക്ലാസ്സിലൂടെ അല്ലെങ്കിൽ ഇന്നത്തെ ഈ ഒരു വെബിനാറിലൂടെ കൂടുതലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളോ കാര്യങ്ങളോ ഉണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമന്റ് ബോക്സിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് അറിയുന്ന രീതിയിൽ നമ്മൾ നിങ്ങളെ സഹായിക്കുന്നതാണ്. തീർച്ചയായിട്ടും പറഞ്ഞാൽ നമ്മളൊരു വെബിനാർ അല്ലെങ്കിൽ ഒരു എന്താ പറയുക ഇന്ററാക്ഷൻ സെക്ഷൻ ആണ് ഉദ്ദേശിച്ചിട്ടുള്ളത്. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഈ തസ്തികയുമായി ബന്ധപ്പെട്ടോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ കമന്റിലൂടെ ചോദിക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ തുടങ്ങുന്നു. അപ്പോൾ എല്ലാവർക്കും അറിയുന്നുണ്ടായിരിക്കും, നമ്മൾ ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ട് പറയുകയാണ്. ഇതിലുള്ള പലരും ഒരുപാട് പരീക്ഷ എഴുതുന്നതും അതേപോലെ എന്താ പറയുക പല ലിസ്റ്റിലൊക്കെ ഉള്ളവരായിരിക്കാം. എങ്കിൽ പോലും നമ്മൾ ഇതിന്റെ ഈ ഒരു ജോലിയുടെ സ്വഭാവം ആരെങ്കിലും തുടക്കക്കാരുണ്ടെങ്കിൽ അവർക്ക് മനസ്സിലാവാൻ വേണ്ടി ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്, അതായത് നമ്മുടെ ITIകളിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിക എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു ടീച്ചിങ് പോസ്റ്റ് ആണ്. അവിടെ നമുക്ക് കുട്ടികളെ നമുക്ക് എന്ത് ചെയ്യണം, ഒരു ട്രേഡ് പഠിപ്പിക്കുക. അതിലാണ് മെക്കാനിക്, ഡീസൽ, ഫിറ്റർ, ടർണർ, മെഷീനിസ്റ്റ് എന്നൊക്കെ പറയുന്ന ട്രേഡ് പഠിപ്പിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ, ഒരു ടീച്ചിങ് പോസ്റ്റ് അല്ലെങ്കിൽ ഒരു ടീച്ചർ പോസ്റ്റ് ആണ് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത്. അവിടെ വെറും തിയറി മാത്രമല്ല, ഇവിടെ ഞാൻ ആ വർക്ക്ഷോപ്പ് ടൂൾസും കാര്യങ്ങളും കാണിച്ചിട്ടുണ്ട്. അവിടെ എന്തും ഉണ്ടായിരിക്കും, നമ്മുടെ വർക്ക്ഷോപ്പ് ടെക്നോളജിയും അതേപോലെ എന്താ പറയുക ബേസിക് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് കാര്യങ്ങളും നമ്മൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അതായത് തിയറിയും പഠിപ്പിക്കണം, നമ്മളുടെ ട്രേഡിന്റെ തിയറിയും നമ്മൾ തന്നെ പഠിപ്പിക്കണം, അതേപോലെ തന്നെ പ്രാക്ടിക്കലും നമ്മൾ തന്നെ പഠിപ്പിക്കേണ്ടതാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ വളരെ കൃത്യമാണ്. അപ്പോൾ തിയറിയും പ്രാക്ടിക്കലും ഒരേപോലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ഒരു ടീച്ചിങ് പോസ്റ്റ് ആണ് ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് എന്ന് പറഞ്ഞാൽ. ITI ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ട് അഥവാ ഇൻഡസ്ട്രിയൽ ട്രെയിനിങ് ഡിപ്പാർട്ട്മെന്റിന് കീഴിലാണ് ഈ ഒരു തസ്തിക വരുന്നത്. ഇതിൽ ഏറ്റവും വലിയ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഈ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയുടെ ഏറ്റവും വലിയൊരു ഹൈലൈറ്റ് അല്ലെങ്കിൽ അഡ്വാൻറ്റേജ് എന്ന് പറയുന്നതിന്റെ സാലറി സ്കെയിൽ തന്നെയാണ്. ഏതാണ്ട് 37,400 രൂപ മുതൽ 79,000 രൂപ വരെയുള്ള വളരെ വലിയൊരു സാലറി സ്കെയിലാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ നിലവിലുള്ളത് എന്ന് മനസ്സിലാക്കാം. അപ്പൊ എന്തായാലും നല്ല ഒരു എന്താ പറയുക വളരെ ഉയർന്ന സാലറി എന്ന് നമുക്ക് പറയാൻ സാധിക്കും. ഇതിന്റെ മറ്റുള്ള ആനുകൂല്യങ്ങളും കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഏതാണ്ട് 50,000 രൂപയോട് അടുപ്പിച്ച് തന്നെ 50,000 രൂപയോട് അടുപ്പിച്ചിട്ടുള്ള വളരെ വലിയൊരു സാലറി സ്കെയിലാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിൽ നിങ്ങളെ കാത്തിരിക്കുന്നത്. അതേപോലെ തന്നെ ഇതിന്റെ മറ്റൊരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ ഏജ് ലിമിറ്റ് ആണ്. 19 വയസ്സ് മുതൽ 44 വയസ്സ് വരെയാണ് ഇതിന്റെ ഏജ് ലിമിറ്റ്. അതായത് സാധാരണ എല്ലാ PSC പരീക്ഷ ഒരു 36 അല്ലെങ്കിൽ 37 വയസ്സ് വരെയൊക്കെയാണ് ഏജ് ലിമിറ്റ് പറയുന്നുണ്ടെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയുടെ മാക്സിമം ഏജ് ലിമിറ്റ് പറയുന്നത് 44 വയസ്സാണ്. അപ്പോൾ ഏജ് ഓവർ ആയിട്ട് നമുക്ക് ഇനി പരീക്ഷ ഒന്നും ഇല്ല എന്ന് കരുതി നിരാശരായിട്ടിരിക്കുന്ന ആളുകൾക്കും എന്ത് ചെയ്യാം, ഈ ഒരു പരീക്ഷയിൽ അപ്ലൈ ആവുന്നു. നല്ല രീതിയിൽ മാർക്ക് സ്കോർ ചെയ്ത് ഉയർന്ന റാങ്കുകളിലൊക്കെ എത്താൻ കഴിയുന്നതുമാണ്. ലാസ്റ്റ് ഡേറ്റ് വരുന്നത് 31/1/2024 ആണ്. എല്ലാവർക്കും അറിയുന്നുണ്ടാവും 31/1/2024 ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് വരുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞു നമ്മളുടെ 2023 അവസാന നോട്ടിഫിക്കേഷൻ ആയിട്ടാണ് ഇത് വന്നത് അല്ലെ. അതായത് 2023 എല്ലാ വർഷവും അവസാന മാസങ്ങളിൽ ഡിസംബർ മാസങ്ങളിൽ PSC എന്ത് ചെയ്യാറുണ്ട്, ഒരുമിച്ച് ഒരുപാട് നോട്ടിഫിക്കേഷൻസ് ഇറക്കി കാണാറുണ്ട്. അതിന്റെ കൂട്ടത്തിൽ വന്ന നോട്ടിഫിക്കേഷനിലാണ് നമ്മുടെ ഈ ജൂനിയർ ഇൻസ്ട്രക്ടറിന്റെ വ്യത്യസ്തമായിട്ടുള്ള ട്രേഡിലെ നോട്ടിഫിക്കേഷൻസും വന്നിട്ടുള്ളത്. കാറ്റഗറി നമ്പർ 658/2023 മെക്കാനിക് ഡീസൽ ട്രേഡിലെ എന്താ പറയുക ജൂനിയർ ഇൻസ്ട്രക്ടർ പോസ്റ്റ് ആണ്. 659/2023 ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ. 660 എന്താണ് പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്. 661/2023 ടർണർ. 663/2023 മെഷീനിസ്റ്റും. 664/2023 ഷീറ്റ് മെറ്റൽ വർക്കർ. 665/2023 റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ്ങും. 668/2023 ഡ്രൈവർ കം മെക്കാനിക് എന്ന് പറയുന്ന ട്രേഡിലെ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയുമാണ് വന്നിട്ടുള്ളത്. അപ്പൊ ശ്രദ്ധിക്കുക, 1, 2, 3, 4, 5, 6, 7, 8 അല്ലെ 8 ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലാണ് ഇപ്പൊ നിലവിൽ എന്ത് വന്നിട്ടുള്ളത്, നോട്ടിഫിക്കേഷൻ. അതായത് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന തസ്തികകളാണ് ഇത് മൊത്തം. ആലോചിക്കണം, ഇത്രയും തസ്തിക മൊത്തം മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്നതാണ്. കഴിഞ്ഞ വട്ടത്തെ നിയമന നിലയും കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫും കഴിഞ്ഞ വട്ടത്തെ ക്വസ്റ്റ്യനും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഈ തസ്തികയെ കുറിച്ചുള്ള സാധ്യതകളൊക്കെ നമുക്ക് വഴിയെ ഡിസ്കസ് ചെയ്യാം. പ്രധാനമായിട്ട് നമ്മൾ മെക്കാനിക് ഡീസലും പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കുമാണ് ഇന്നത്തെ ഈ ഒരു വെബിനാർ നമ്മൾ കൂടുതലായിട്ട് ഡിസ്കസ് ചെയ്യുന്നെങ്കിൽ പോലും മറ്റുള്ള ട്രേഡിനെ കുറിച്ചും ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് പറഞ്ഞു പോകാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷൻ വന്നത് 2017 അതേപോലെ 2018 ഒക്കെ ആയിരുന്നു കഴിഞ്ഞ തവണത്തെ ഈ ഒരു തസ്തികയിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നത്. അവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ തവണ ഒരുപാട് നിയമനങ്ങൾ നടന്ന തസ്തികയാണ് ഇവയെല്ലാം. കാരണം
AMV അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറിന്റെ പരീക്ഷ നടക്കുന്ന സമയവും അതേപോലെ തന്നെ എന്താ പറയുക വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിന്റെ പരീക്ഷ നടക്കുന്ന സമയവും ഒക്കെ ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ഈ ഒരു അവസരത്തിലും അതായത് 2023 ഈ ഒരു നോട്ടിഫിക്കേഷനിലും നല്ല രീതിയിൽ നിയമന സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. ഇതിലെല്ലാം അതായത് ഡ്രൈവർ കം മെക്കാനിക്കൽ മാത്രമാണ് ഒരു വേക്കൻസി റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കിയൊക്കെ ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നാണ് പറഞ്ഞിട്ടുള്ളത്, പ്രതീക്ഷിത ഒഴിവുകൾ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. കാരണം അതിനൊന്നും എന്താ പല തസ്തികയിലും ലിസ്റ്റ് ഇപ്പോഴും നിലവിലുണ്ട്. മെക്കാനിക് ഡീസൽ 2024 25 മറ്റോ ആണ് ലിസ്റ്റിൽ ഇരുന്നത്. ഫിറ്റർ തസ്തികയിലെ ലിസ്റ്റ് തീർന്നിട്ടുണ്ട്. പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കും 2025 വരെ ലിസ്റ്റ് നിലവിലുണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ലിസ്റ്റ് നിലവിലുണ്ട്. അപ്പൊ ആ ലിസ്റ്റ് കഴിയുന്ന മുറയ്ക്ക് അടുത്ത വേക്കൻസികൾ വരുന്ന മുറയ്ക്ക് നമ്മൾ ഈ പുതിയ ലിസ്റ്റിൽ നിന്ന് നിയമനം എടുക്കാനായിരിക്കാം അവരുടെ ഉദ്ദേശം. അതല്ല ഇനി ചിലപ്പോൾ പുതിയ ITIകളുടെ പ്രപ്പോസലും കാര്യങ്ങളും ഒരുപാട് പേപ്പറിൽ ഒതുങ്ങി കിടക്കുന്നുണ്ട്. ഗവൺമെന്റ് തലത്തിൽ പുതിയ ITIയുടെ പ്രപ്പോസലും കാര്യങ്ങളും ഒക്കെ ഗവൺമെന്റ് തലത്തിൽ കിടക്കുന്നുണ്ട്. പുതിയ ITIകൾ സ്ഥാപിക്കുന്ന സമയത്ത് അതിലേക്ക് നിയമനം നടത്തുന്നതുമായിട്ടായിരിക്കാം ഇത്തരത്തിൽ ധൃതി പിടിച്ചുകൊണ്ടൊരു എന്താ പറയാ നോട്ടിഫിക്കേഷൻ പുറത്തിറക്കിയിട്ടുണ്ടാവുക. അപ്പൊ നമുക്ക് ഓരോ തസ്തികയിലും കഴിഞ്ഞ തവണത്തെ അഡ്വൈസ് നില ഒന്ന് നോക്കാവുന്നതാണ്, പരിശോധിക്കാവുന്നതാണ്. അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിക ഇന്റർവ്യൂ കൂടിയുള്ള തസ്തികയാണ്. റിട്ടേൺ ടെസ്റ്റ് കഴിഞ്ഞിട്ട് ഒരു ഇന്റർവ്യൂ കൂടി കഴിഞ്ഞിട്ടാണ് എന്ത് വരിക, നമ്മുടെ റാങ്ക് ലിസ്റ്റ് വരിക. നല്ല റാങ്ക് മേടിക്കുന്ന എന്താ പറയാ ഒരു നമ്മുടെ ലക്ഷ്യം അതായിരിക്കണം. നോട്ടിഫിക്കേഷനിൽ ഇത്ര വേക്കൻസി എന്നൊന്നും പറഞ്ഞിട്ടില്ല, ആന്റിസിപ്പേറ്റഡ് വേക്കൻസി എന്നേ പറഞ്ഞിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം, ഫസ്റ്റ് അഡ്വൈസിൽ ജോലി നേടുക എന്നുള്ള ഒരു ലക്ഷ്യത്തിൽ വേണം നമ്മൾ പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. അല്ലാതെ എന്താ പറയുക എനിക്ക് എങ്ങനെയെങ്കിലും ലിസ്റ്റിൽ കയറി കൂടണം അങ്ങനെയൊന്നും ആരും പ്രിപ്പയർ ചെയ്ത് നിർബന്ധമായിട്ട് എല്ലാവരും പഠിക്കുന്നത് എങ്ങനെയായിരിക്കണം, നിർബന്ധമായിട്ട് ഫസ്റ്റ് അഡ്വൈസിൽ ജോലി കിട്ടുക എന്നുള്ള ലക്ഷ്യത്തിൽ വേണം നമ്മൾ പഠിക്കാൻ. അതിൽ ഇത്ര റാങ്കിനകത്ത് വരണം എന്നൊന്നും ഞാൻ പറയുന്നില്ല. നമ്മളുടെ ഒരു ലക്ഷ്യം ഫസ്റ്റ് അഡ്വൈസിൽ ജോലി ലഭിക്കുക എന്നുള്ളതാണ്. അപ്പൊ ആ ലെവലിൽ പഠിക്കുക. നിങ്ങളുടെ പരമാവധി കഴിവ് എത്രയാണോ അത്രയും പുറത്തെടുത്ത് എത്രയാണോ നിങ്ങൾക്ക് വാങ്ങിക്കാൻ കഴിയുന്ന പരമാവധി മാർക്ക് അത് വാങ്ങിച്ച് തന്നെ നിങ്ങൾ കൃത്യമായിട്ട് പഠിക്കുക. ഓക്കെ, തുടരാം. ഓക്കെ ആണെന്ന് പ്രതീക്ഷിക്കുന്നു. എന്തെങ്കിലും ഡൗട്ടുകളോ അഭിപ്രായങ്ങളോ ഒക്കെ ഉണ്ടെങ്കിൽ താഴെ കമന്റിലൂടെ രേഖപ്പെടുത്താവുന്നതാണ്. അപ്പൊ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ തസ്തികയിൽ ഇതിന് തൊട്ട് മുമ്പ് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ തസ്തികയിൽ ഇതിന് തൊട്ട് മുമ്പ് നോട്ടിഫിക്കേഷൻ വന്നത് 2017 570/2017 എന്നായിരുന്നു അതിന്റെ കാറ്റഗറി നമ്പർ ഉണ്ടായിരുന്നത്. ഈ കാണിച്ചിരിക്കുന്ന അതിന്റെ പഴയ സ്കെയിൽ ഓഫ് പേ ആണ് ഈ കാണിച്ചിരിക്കുന്നത്. പുതിയ സ്കെയിൽ ഓഫ് പേ 37,400 മുതൽ 79,000 രൂപ വരെയാണ് നമ്മൾ പറഞ്ഞത്. അപ്പോൾ പഴയ സ്കെയിൽ ഓഫ് പേയോടെ ജസ്റ്റ് പറഞ്ഞു എന്ന് മാത്രം. 18 അഡ്വൈസ് ആണ് ആ തസ്തികയിലേക്ക് വേണ്ടി പോയിരിക്കുന്നത് എന്ന് മനസ്സിലാക്കുക. 56 മാർക്കായിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസലിന്റെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. 2017 നോട്ടിഫിക്കേഷൻ വിളിച്ച് 2018 പരീക്ഷ നടന്ന ആ ഒരു തസ്തികയുടെ കട്ട് ഓഫ് വരുന്നത് 56 മാർക്കാണ്. 2023 നോട്ടിഫിക്കേഷൻ 658/2023 ആണ്. സ്കെയിൽ ഓഫ് പേ 37,400 മുതൽ 79,000 രൂപ വരെയാണ് എന്നും പറഞ്ഞു. ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ തസ്തികയുടെ ക്വാളിഫിക്കേഷൻ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ബിടെക് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗോ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗോ അല്ലെങ്കിൽ ITI മെക്കാനിക് ഡീസൽ പഠിച്ച് 3 വർഷം എക്സ്പീരിയൻസ് ഉള്ള ആർക്കും ഈ ഒരു തസ്തികയിലേക്ക് പരീക്ഷ എഴുതാവുന്നതാണ്. ശ്രദ്ധിക്കേണ്ട കാര്യം ഇതൊരു ഓട്ടോമൊബൈൽ റിലേറ്റഡ് ട്രേഡ് ആണ്, ഓട്ടോമൊബൈൽ റിലേറ്റ് ചെയ്തിട്ടുള്ള ട്രേഡ് ആണ്. അതുകൊണ്ട് തന്നെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓട്ടോമൊബൈലും അതേപോലെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും ഒക്കെ റാങ്ക് ലിസ്റ്റിൽ കോമൺ ആയിട്ടുള്ള ആളുകൾ തന്നെയായിരിക്കും ഈ ലിസ്റ്റിലും വരാൻ സാധ്യത കൂടുതലുണ്ട്. അതായത് ഉയർന്ന റാങ്കുകളിലൊക്കെ ചിലപ്പോൾ അവരൊക്കെ വരും. അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും ജൂനിയർ ഇൻസ്ട്രക്ടർ എന്ന് പറയുന്നത് താരതമ്യേന ജോലിഭാരം കൂടുതലുള്ള വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടറിനേക്കാൾ കുറച്ചും കൂടി ജോലിഭാരം ഒക്കെ കൂടുതലുള്ള തസ്തിക ആയതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും ജൂനിയർ ഇൻസ്ട്രക്ടറിന് കുറച്ച് പ്രിഫറൻസ് കുറവായിരിക്കും. അതുകൊണ്ട് തന്നെ NJD വേക്കൻസിയും കാര്യങ്ങളും ഒക്കെ വന്ന് വളരെ വലിയ രീതിയിൽ നിയമന സാധ്യത ഉണ്ട് എന്നുള്ളത് തന്നെയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസലിനെ കുറിച്ച് പറയാനുള്ളത്. അങ്ങനെയാണെങ്കിൽ പിന്നീട് ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്, അതായത് ഈ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് എന്ന് പറയുന്ന സത്യത്തിൽ ഒരു ന്യൂ ജനറേഷൻ ട്രേഡ് പോലെയാണ്. പണ്ട് കാലത്ത് അങ്ങനെ വലിയ പ്രചാരത്തിൽ ഇല്ലാത്തൊരു ട്രേഡ് ആയിരുന്നു. കുറച്ചു കാലമായിട്ട് തുടങ്ങിയ ഒരു ട്രേഡ് ആണ് പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് എന്ന് പറയുന്ന ട്രേഡ്. കാറ്റഗറി നമ്പർ 2017 വിളിച്ച നോട്ടിഫിക്കേഷൻ പ്രകാരം കാറ്റഗറി നമ്പർ 370/2017 ആയിരുന്നു. അതിന്റെ സ്കെയിൽ ഓഫ് പേ വരുന്നത് 26,500 രൂപ മുതൽ 56,700 രൂപ വരെയായിരുന്നു അതിന്റെ സ്കെയിൽ ഓഫ് പേ. 9 അഡ്വൈസ് ആണ് ആ തസ്തികയിലേക്ക് വേണ്ടി പോയിട്ടുള്ളത്. 73.33 മാർക്കായിരുന്നു കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നത്. കഴിഞ്ഞ തവണത്തെ ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് എന്ന് പറയുന്ന എക്സാമിന്റെ കട്ട് ഓഫ് 73.33 മാർക്കായിരുന്നു എന്ന് മനസ്സിലാക്കുക. അതേപോലെ തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ നമുക്ക് വെബിനാർ ഉള്ളതല്ല എങ്കിൽ പോലും ജസ്റ്റ് ഒന്ന് പറയുന്നു. ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ 569/2017 ആയിരുന്നു കാറ്റഗറി നമ്പർ വരുന്നത്.
48 അഡ്വൈസ് പോയിന്റ്. ആലോചിക്കുക, നമ്മുടെ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗിലെ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗ് റിലേറ്റഡ് പരീക്ഷയിലൊക്കെ ഈ 48 അഡ്വൈസ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ വലിയ നമ്പറാണ്. അപ്പൊ അത്രയും വലിയ അഡ്വൈസ് പോയ തസ്തികയാണ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ തസ്തിക. പിന്നീട് നമുക്ക് നോക്കേണ്ടത് ഏതായിരുന്നു? ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ കഴിഞ്ഞാൽ പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണർ ഉണ്ട്. കാറ്റഗറി നമ്പർ 551/2017 ആയിരുന്നു കഴിഞ്ഞ തവണത്തെ കാറ്റഗറി നമ്പർ. അതിന് 24 അഡ്വൈസ് 56.67 ആയിരുന്നു ജൂനിയർ ഇൻസ്ട്രക്ടർ ടർണറിന്റെ കഴിഞ്ഞ വട്ടത്തെ കട്ട് ഓഫ് വന്നിട്ടുണ്ടായിരുന്നു. ഓക്കെ, ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റില് 31 അഡ്വൈസ് ആണ് കഴിഞ്ഞ തവണ പോയിട്ടുള്ളത്. അതിന്റെ കട്ട് ഓഫ് 68.33 ആയിരുന്നു. ജൂനിയർ ഇൻസ്ട്രക്ടർ മെഷീനിസ്റ്റിന്റെ കട്ട് ഓഫ് എത്രയാണ്? 68.33 ആയിരുന്നു എന്ന് മനസ്സിലാക്കുക. ഷീറ്റ് മെറ്റൽ വർക്കറിന്റെ കട്ട് ഓഫ് 77.67 മാർക്കും 10 അഡ്വൈസുമാണ് നിലവിൽ പോയിട്ടുള്ളത്. റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് 33 അഡ്വൈസ് ആണ് കഴിഞ്ഞ തവണത്തെ ലിസ്റ്റിൽ നിന്ന് പോയിട്ടുള്ളത്. കട്ട് ഓഫ് 61.67 മാർക്കായിരുന്നു. ശ്രദ്ധിക്കേണ്ട കാര്യം, കഴിഞ്ഞ തവണത്തെ ജൂനിയർ ഇൻസ്ട്രക്ടർ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് എന്ന് പറയുന്നതിന്റെ മെയിൻ ലിസ്റ്റിൽ ഏതാണ്ട് 85% ആളുകൾക്കും, അതൊരു 4-5 പേരുകൾക്ക് ബാക്കിയുള്ളവർക്കൊക്കെ അഡ്വൈസ് ആയി എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അതുകൊണ്ട് തീർച്ചയായിട്ടും വളരെ വലിയ നിയമനം എല്ലാ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലും കഴിഞ്ഞ തവണ നടന്നിട്ടുണ്ട് എന്ന് മനസ്സിലാക്കാം. പിന്നീട് ജൂനിയർ ഇൻസ്ട്രക്ടർ ഡ്രൈവർ കം മെക്കാനിക് എന്ന് പറയുന്ന തസ്തികയില് 8 അഡ്വൈസ് ആണ് കഴിഞ്ഞ തവണ പോയിട്ടുള്ളത്. അതിന്റെ കട്ട് ഓഫ് 54.67 മാർക്കായിരുന്നു. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, നമുക്ക് ഓരോ തസ്തികയുടെയും എന്താ പറയുക, ഈ ഒരു കട്ട് ഓഫ് നോക്കുന്ന സമയത്ത് ഏകദേശം ഒരേ റേഞ്ച് ഒന്നുമല്ല അല്ലെ. ചിലത് 56 ആണെങ്കിൽ ചിലത് 73 ആയിട്ടുണ്ട്, പിന്നീട് 69, വീണ്ടും 56, വീണ്ടും 68. ഷീറ്റ് മെറ്റൽ നോക്കുകയാണെങ്കിൽ 77ന്റെ മുകളിൽ പോയിട്ടുണ്ട്. അപ്പൊ നമുക്ക് കൃത്യമായിട്ടുള്ള ഒരു കട്ട് ഓഫ് പ്രഡിക്ഷനോ കാര്യങ്ങളോ ഒന്നും നമുക്ക് പ്രെഡിക്ട് ചെയ്യാൻ സാധ്യമല്ല എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. അപ്പൊ നമ്മളുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഞാനത് പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ലക്ഷ്യം എന്തായിരിക്കണം? ഫസ്റ്റ് അഡ്വൈസിൽ ജോലി നേടുക എന്നുള്ളതായിരിക്കണം. എന്തായാലും ഞാൻ പറയുന്ന ഒരു 80+ ലെവലിലുള്ള മാർക്ക് സ്കോർ ചെയ്യണമെന്ന് ഉറപ്പിച്ചിട്ട് വേണം നിങ്ങൾ പരീക്ഷ അറ്റൻഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം ഈ പല പരീക്ഷകൾ നടന്ന സമയത്തും എന്തുണ്ടായിരുന്നു? 20 മാർക്ക് ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻസും ഉണ്ടായിരുന്നു. എന്നാൽ ഇപ്പൊ ജനറൽ നോളജിന്റെ ക്വസ്റ്റ്യൻ ഒന്നുമില്ല. പക്കാ ടെക്നിക്കൽ സാധനങ്ങൾ മാത്രമേ ക്വസ്റ്റ്യൻ പേപ്പർ ഉണ്ടാവുള്ളൂ. അപ്പൊ തീർച്ചയായിട്ടും നല്ല മാർക്ക് നിങ്ങൾക്ക് സ്കോർ ചെയ്യാൻ സാധിക്കണം എന്നുള്ളൊരു ഉറച്ച വിശ്വാസം നിങ്ങൾക്ക് ഉണ്ടാവുക. പിന്നെ ഞാൻ പറഞ്ഞ ശേഷം 8ഓളം തസ്തിക, ഇതെല്ലാം എന്താ പറയുക, മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ച ആളുകൾക്ക് അപേക്ഷിക്കാൻ പറ്റുന്ന തസ്തികകളാണ്. വീണ്ടും പറയുന്നു, നമ്മൾ എന്താ പറയുക, എന്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ആണ്, എല്ലാ ജൂനിയർ ഇൻസ്ട്രക്ടറും ഒന്നിച്ച് പ്രിപ്പയർ ചെയ്യാതെ ഒരു 3-4 എണ്ണം സെലക്റ്റീവ് ആയിട്ട് എടുത്തിട്ട് നിങ്ങൾ എന്ത് ചെയ്യുക, പ്രിപ്പയർ ചെയ്യുക. ഇതിന്റെ ഒരു സ്റ്റഡി പ്ലാൻ നോക്കുകയാണെങ്കിൽ, എങ്ങനെ ഈ ഒരു തസ്തികയിലേക്ക് വേണ്ടി പ്രിപ്പയർ ചെയ്യണമെന്ന് നോക്കുകയാണെങ്കിൽ, ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താണ്? ആർക്കെങ്കിലും അറിയാം ഇതിന്റെയൊക്കെ ബേസിക് ക്വാളിഫിക്കേഷൻ എന്താ? നേരത്തെ ഞാൻ പറഞ്ഞു ബേസിക് ക്വാളിഫിക്കേഷൻ, ഒന്ന് കമന്റ് ചെയ്തേ. ഇതിന്റെ എല്ലാം ബേസിക് ക്വാളിഫിക്കേഷൻ എന്തായിരുന്നു? ITI ആണ് അല്ലെ? ആള് പറഞ്ഞു ITI എക്സ്പീരിയൻസ്. ITI വിത്ത് 3 ഇയർ എക്സ്പീരിയൻസ് ആണ് ഇതിന്റെ ബേസിക് ക്വാളിഫിക്കേഷൻ. അപ്പൊ നിങ്ങൾ ഒരിക്കലും ഒരു ഡിപ്ലോമ ലെവലിലോ അല്ലെങ്കിൽ ബിടെക് ലെവലിലോ ഒന്നും പ്രിപ്പയർ ചെയ്ത് പോയിട്ട് കാര്യമില്ല. അപ്പൊ നമ്മൾ ഇവിടെ പഠിക്കേണ്ടത് എന്തായിരിക്കണം? ITI കൺസേൺ ട്രേഡ് ആയിരിക്കണം. അപ്പൊ നിങ്ങൾ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്റർ തസ്തികയിലേക്ക് വേണ്ടി പഠിക്കുകയാണെങ്കിൽ നിങ്ങൾ അവിടെ എന്താ പഠിക്കേണ്ടത്? ITI ഫിറ്റർ ട്രേഡ് ആണ് പഠിക്കേണ്ടത്. അതേപോലെ തന്നെ എന്താണ് പഠിക്കേണ്ടത്? മെക്കാനിക് ഡീസലിന് വേണ്ടിയിട്ടാണെങ്കിൽ എന്താ പറയുക, ITIയിലെ മെക്കാനിക് ഡീസൽ ട്രേഡിന്റെ ബുക്കുകൾ എടുത്തിട്ട് വേണം നിങ്ങൾ പഠിക്കാൻ. അതിന്റെ കൂടെ ഞാൻ പറഞ്ഞു കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങൾ കൂടി നിങ്ങൾ പഠിക്കണം എന്നുള്ളത് മറ്റൊരു സത്യാവസ്ഥ. കാര്യം ഇപ്പോൾ ഓട്ടോമൊബൈലിന്റെ കേസിലാണെന്നുണ്ടെങ്കിൽ നമ്മൾ ITI ബുക്കുകൾ വായിക്കുക, അതിന്റെ കൂടെ കൃപാൽ സിംഗിന്റെ ബുക്കുകൾ കൂടി വായിക്കുക. ഇപ്പൊ ഫിറ്ററിന്റെ കേസിലാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യുക, ബേസിക് വർക്ക്ഷോപ്പ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ടുള്ള ബുക്കുകൾ കൂടി ഒന്ന് വായിക്കാവുന്നതാണ്. പക്ഷെ ബേസ് എപ്പോഴും എന്തായിരിക്കണം? ITIയിൽ ഊന്നിക്കൊണ്ടുള്ള അല്ലെങ്കിൽ ITI സിലബസിൽ ഊന്നിക്കൊണ്ടുള്ള പഠനമായിരിക്കണം നിങ്ങൾ എപ്പോഴും നടത്തേണ്ടത്. വീണ്ടും പറയുന്നു, ITI ബേസ്ഡ് ആയിട്ടുള്ള സിലബസ് അല്ലെങ്കിൽ ITI ബേസ്ഡ് ആയിട്ടുള്ള ബുക്കുകൾ വേണം നിങ്ങൾ എപ്പോഴും പഠിക്കേണ്ടത്. പിന്നെ ഇതിൽ ഞാൻ പറഞ്ഞു, നമ്മൾ എന്താ പറയുക, പ്രിപ്പയർ ചെയ്ത് പോകുന്ന സമയത്ത് ITIയിൽ ഗസ്റ്റ് ആയിട്ട് പഠിപ്പിക്കുന്നവരും അതേപോലെ ITIയിൽ എന്താ പറയുക പ്രൈവറ്റ് ITIയിൽ കാര്യങ്ങളായിട്ട് പഠിപ്പിക്കുന്നവരൊക്കെ ഉണ്ടായിരിക്കും. അവരോടാണ് നമ്മൾ മത്സരിക്കുന്നത് എന്നുള്ളൊരു ബോധ്യം കൂടി നമുക്ക് വേണം. അപ്പൊ നമ്മൾ പഠിക്കുന്ന സമയത്ത് ഒരു നിമിഷം പോലും വേസ്റ്റ് ചെയ്യാതെ മാക്സിമം പോയിന്റ്സ് നോട്ട് ചെയ്ത് നോട്ട് കൃത്യമായിട്ട് ഉണ്ടാക്കി അങ്ങനെ ഒരു കൃത്യമായിട്ടുള്ള പാറ്റേൺ ഫോളോ ചെയ്ത് തന്നെ നിങ്ങൾ പഠിക്കണം. മാക്സിമം ക്വസ്റ്റ്യൻസ് വർക്ക്ഔട്ട് ചെയ്യുക, പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് മാക്സിമം നോക്കുക, അങ്ങനെയുള്ള രീതിയിൽ വേണം നിങ്ങൾ പഠിക്കാൻ. പിന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയുടെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഞാൻ തുടക്കത്തിൽ പറഞ്ഞത് എന്താ, പ്രാക്ടിക്കലും നമ്മൾ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്, തിയറിയും നമ്മൾ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്. നമ്മളൊരു ITIയിൽ നമ്മളിപ്പോ ജോലി കിട്ടി പോവുകയാണെങ്കിൽ നമ്മുടെ കുട്ടികളെ നമ്മൾ എന്താ പഠിപ്പിക്കേണ്ടത്? തിയറിയും നമ്മൾ തന്നെയാണ് പഠിപ്പിക്കേണ്ടത്,
പ്രാക്ടിക്കൽ നമ്മൾ തന്നെയാണ് പഠിപ്പിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ സ്വതവേ പ്രാക്ടിക്കൽ നോളജ് ചെക്ക് ചെയ്യുന്ന രീതിയിലുള്ള ക്വസ്റ്റ്യൻസും വന്ന് കാണാറുണ്ട്. അതൊക്കെ നമ്മൾ ഈ IT റിലേറ്റഡ് ബുക്കുകളിലൊക്കെ പഠിച്ച ഒരുവിധം കാര്യങ്ങളൊക്കെ അതിൽ പറയുന്നുണ്ട്. ട്രബിൾ ഷൂട്ടിംഗ് എന്നൊക്കെ പറയും. ഇപ്പോൾ ഓട്ടോമൊബൈലിന്റെ കേസിലാണെങ്കിൽ ഓരോ വാഹനങ്ങളിലും അല്ലെങ്കിൽ ഓരോ എഞ്ചിനുകളിലും അല്ലെങ്കിൽ ഇപ്പോൾ ലൂബ്രിക്കൻ സിസ്റ്റവുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന കംപ്ലൈൻസ് കാര്യങ്ങൾ അങ്ങനെയുള്ള കുറച്ചൊരു പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലുള്ള ക്വസ്റ്റ്യൻസും നമ്മൾ ഈ ഒരു തസ്തികയിലേക്ക് പ്രിപ്പയർ ചെയ്യുമ്പോൾ പഠിക്കേണ്ടതാണ്. അപ്പൊ നമുക്കിനി ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ തസ്തികയുടെ സിലബസ് നോക്കാം. ഞാൻ വീണ്ടും പറയുന്നു, ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ തസ്തികയുടെ സിലബസ്, പുതിയ നോട്ടിഫിക്കേഷൻ പ്രകാരമുള്ള സിലബസ് ഇതുവരെ PSC പുറത്തു വിട്ടതായിട്ട് കണ്ടിട്ടില്ല എങ്കിലും നമ്മൾ പഠിക്കേണ്ടത് എന്താണ്? ITI മെക്കാനിക് ഡീസൽ ട്രേഡ് ആണല്ലോ പഠിക്കേണ്ടത്. ITI മെക്കാനിക് ഡീസൽ ട്രേഡ് ആണല്ലോ നമ്മൾ പഠിക്കേണ്ടത്. അത് മൊഡ്യൂൾ വൈസ് നോക്കുകയാണെങ്കിൽ ഏതൊരു ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്കും, അതായത് മെക്കാനിക്കൽ റിലേറ്റഡ് ആയിട്ടുള്ള ഏതൊരു ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്കും ഈ ആദ്യത്തെ 3 മൊഡ്യൂളുകൾ സെയിം ആണ്. ആദ്യത്തെ 3 മൊഡ്യൂളുകളും ഈ 5ാമത്തെ മൊഡ്യൂളും ഒക്കെ ഒരുവിധപ്പെട്ട എല്ലാ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയ്ക്കും നമ്മൾ പഠിക്കേണ്ടത്. അതായത് നമ്മളിപ്പോ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തിക നമ്മൾ സെലക്റ്റീവ് ആയിട്ട് ഒരു 3 എണ്ണം പഠിക്കുകയാണെങ്കിലും ബാക്കിയുള്ള എല്ലാ തസ്തികയുടെയും ഒരു ആദ്യത്തെ ഒരു 3, 4, 5 മൊഡ്യൂളൊക്കെ എന്തായിരിക്കും? സെയിം ആയിരിക്കും. അതിൽ 1ാമത്തെയും 2ാമത്തെയും മൊഡ്യൂൾ ഒരു സംശയവുമില്ല, എന്താണ്? സേഫ്റ്റി വർക്ക്ഷോപ്പ് പ്രാക്ടീസസ് എന്നാ പറയുന്നത്. അതായത് വർക്ക്ഷോപ്പിലെ ബേസിക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് ആദ്യഘട്ടത്തിൽ നമ്മൾ പഠിക്കേണ്ടത്. നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ സേഫ്റ്റി പ്രിക്കോഷൻസ്, അതേപോലെ തന്നെ PP പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഫയർ ഫൈറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതേപോലെ തന്നെ ഫസ്റ്റ് എയ്ഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് മൊഡ്യൂൾ 1ൽ പഠിക്കേണ്ടത്. വീണ്ടും വീണ്ടും പറയുന്നു, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞിരിക്കുന്ന ഏതൊരു ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയാണെങ്കിലും ഇത് നിങ്ങൾ പഠിക്കണം. മെക്കാനിക് ഡീസലിലും അത് ഫസ്റ്റ് മൊഡ്യൂൾ ആയിട്ട് പറയുന്നുണ്ട്. മൊഡ്യൂൾ 2 എന്താണ് പറയുന്നത്? മെഷറിംഗ്, മാർക്കിംഗ് ആൻഡ് വർക്ക്ഷോപ്പ് ടൂൾസ് എന്നാ പറയുന്നത്. വർക്ക്ഷോപ്പ് ടൂളുകളെ കുറിച്ച്, ബേസിക് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ടൂളുകളെ കുറിച്ചാണ് മൊഡ്യൂൾ 2 നമുക്ക് പഠിക്കാനുള്ളത്. ബേസിക് ആയിട്ടുള്ള വർക്ക്ഷോപ്പ് ടൂളുകളെ കുറിച്ചാണ് മൊഡ്യൂൾ 2 നമുക്ക് പഠിക്കാനുള്ളത്. മെഷറിംഗ് ടൂളുകളെ കുറിച്ചും മാർക്കിംഗ് ടൂളുകളെ കുറിച്ചും അതേപോലെയുള്ള വർക്ക്ഷോപ്പ് ടൂളുകൾ, ചിസൽ ആണെങ്കിലും അതേപോലെ തന്നെ എന്താ പറയുക ഹാമറുകളാണെങ്കിലും ബെഞ്ച് വൈസ് ആണെങ്കിലും അങ്ങനെയുള്ള ഒരുപാട് ടൂളുകൾ ഉണ്ടല്ലോ വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്നത്. അതൊക്കെയായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ആ ഒരു ഭാഗത്ത് പഠിക്കേണ്ടിയിരിക്കുന്നു. മൊഡ്യൂൾ 3 ഫാസ്റ്റനിങ് ആൻഡ് ഫിറ്റിംഗ് എന്നാ പറയുന്നത്. ഫാസ്റ്റനിങ് ആൻഡ് ഫിറ്റിംഗിൽ എന്തൊക്കെയായിരിക്കും? നട്ടുകള്, ബോൾട്ടുകള്, ത്രെഡുകള്, വാഷറുകള്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ടല്ലോ. ഫാസ്റ്റനിങ് ആൻഡ് ഫിറ്റിംഗ്. പിന്നെ നമ്മുടെ ഫയലിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മൊഡ്യൂൾ 3ൽ പഠിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ നിങ്ങളൊന്ന് ആലോചിച്ച്, ഈ ആദ്യത്തെ 3 മൊഡ്യൂൾ യാതൊരു തർക്കത്തിന്റെയും ആവശ്യമില്ല. എല്ലാ ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്കും, ഇനി അതല്ല എല്ലാ ട്രേഡ്സ്മാൻ പരീക്ഷയ്ക്കും, എല്ലാ ITI ബേസ്ഡ് ആയിട്ടുള്ള പരീക്ഷയ്ക്കും നമുക്ക് പഠിക്കേണ്ടതാണ്. അതാ ഞാൻ പറയുന്നത്, ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയ്ക്ക് പ്രിപ്പയർ ചെയ്തു എന്ന് കരുതിയിട്ട് ഒരു കാരണവശാലും നിങ്ങൾക്ക് അതൊരു നഷ്ടം വരാൻ പോകുന്നില്ല. ഈ ആദ്യത്തെ 3 മൊഡ്യൂൾ ഒരുവിധപ്പെട്ട എല്ലാ പരീക്ഷകളിലും നിങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യമാണ്. മൊഡ്യൂൾ 4 ഇപ്പൊ നമ്മുടെ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് ആണെങ്കിലും മെക്കാനിക് ഡീസൽ ആണെങ്കിലും ഇവൻ ഫിറ്റർ ആണെങ്കിൽ പോലും അതിലും എന്ത് പഠിക്കാനുണ്ട്? ബേസിക് ഇലക്ട്രിക് ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഒരു മൊഡ്യൂൾ തന്നെ പഠിക്കാനുണ്ട്. എന്താണ് കറണ്ട്, എന്താണ് വോൾട്ടേജ്, എന്താണ് റെസിസ്റ്റർ, എന്താണ് ഡയോഡ്, എന്താണ് ഫ്യൂസിന്റെ ഉപയോഗം, അങ്ങനെയുള്ള ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ ഉൾപ്പെടുന്ന ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എന്ന് പറയുന്ന ഭാഗം മൊഡ്യൂൾ 4ൽ പഠിക്കാനുണ്ട്. അപ്പൊ ശ്രദ്ധിക്കേണ്ട കാര്യം, മെക്കാനിക് ഡീസൽ ആണ് ട്രേഡ് എന്ന് കരുതിയിട്ട് വെറും ഡീസൽ എഞ്ചിനെ കുറിച്ച് മാത്രമല്ല പഠിക്കാനുള്ളത് അല്ലെ. അവിടെ എന്താ? മൊഡ്യൂൾ 1 സേഫ്റ്റി വർക്ക്ഷോപ്പ് പ്രാക്ടീസ്, മൊഡ്യൂൾ 2 മെഷറിംഗ്, മാർക്കിംഗ് ആൻഡ് വർക്ക്ഷോപ്പ് ടൂൾസ്, മൊഡ്യൂൾ 3 ഫാസ്റ്റനിങ് ആൻഡ് ഫിറ്റിംഗ്, മൊഡ്യൂൾ 4 ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ് എക്യുപ്മെന്റുകളും അതുമായി ബന്ധപ്പെട്ടുള്ള ബേസിക് ടെർമിനോളജിയും കാര്യങ്ങളും അവിടെ പഠിക്കേണ്ടതുണ്ട്. മൊഡ്യൂൾ 5ഉം കോമൺ ആണ്. ഞാൻ പറഞ്ഞു, ഏതൊരു മെക്കാനിക്കൽ റിലേറ്റഡ് പരീക്ഷയാണെങ്കിലും മൊഡ്യൂൾ 5ഉം അവിടെ കോമൺ തന്നെയാണ്. എന്താ? ആർക്ക് ആൻഡ് ഗ്യാസ് വെൽഡിംഗ്. നമുക്കറിയാം, ഗ്യാസ് വെൽഡിംഗ് ഏറ്റവും കൂടുതലായിട്ട് ഉപയോഗിക്കുന്ന ഓക്സി അസെറ്റിലിംഗ് ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണെങ്കിലും അതിന്റെ ഗ്യാസ് സ്റ്റോർ ചെയ്യുന്ന പ്രഷർ, അതേപോലെ തന്നെ അതിന്റെ ടാങ്കുകളുടെ കളർ, അതായത് നമ്മുടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ഗ്യാസ് സിലിണ്ടറിന്റെ കളറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ആർക്ക് വെൽഡിംഗ് എന്താ പറയുക, അതിന്റെ സെറ്റപ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അവിടെ ഉപയോഗിക്കുന്ന എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഈ മൊഡ്യൂൾ 5ഉമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് വരാൻ സാധ്യതയുണ്ട്. മൊഡ്യൂൾ 6 ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ് എന്നാ പറയുന്നത്. ഇതും ഒരുവിധപ്പെട്ട എല്ലാ ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയിലും കോമൺ ആയിട്ടുള്ള ടോപ്പിക് തന്നെയാണ് മൊഡ്യൂൾ 6, ഹൈഡ്രോളിക്സ് ആൻഡ് ന്യൂമാറ്റിക്സ്. എല്ലാവർക്കും അറിയുന്ന പോലെ തന്നെ ഹൈഡ്രോളിക് ഫ്ലൂയിഡ് ബേസ് ചെയ്തുകൊണ്ട് വർക്ക് ചെയ്യുന്ന സംവിധാനങ്ങളെയാണ് ഹൈഡ്രോളിക് മെഷീൻസ് എന്ന് പറയാം. കംപ്രസ്ഡ് എയർ വർക്കിംഗ് മീഡിയമായി പ്രവർത്തിക്കുന്ന വസ്തുക്കളെയാണ് ന്യൂമാറ്റിക് മെഷീൻസ് എന്ന് പറയാം. അവിടെ ഉപയോഗിക്കുന്ന വാൽവുകൾ, അവിടെ ഉപയോഗിക്കുന്ന എന്താ പറയുക വ്യത്യസ്തമായിട്ടുള്ള ആക്ച്വേറ്റേഴ്സ്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ മൊഡ്യൂൾ 6ൽ പഠിക്കേണ്ടി വരും. സിമ്പിൾ ആയിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ 3 മൊഡ്യൂൾ എന്താ?
ഒരു കാരണവശാലും നമുക്ക് എല്ലാ പരീക്ഷയിലും എന്താ ആവശ്യമുള്ളതാണ്, ഒരു കാരണവശാലും പഠിക്കാതിരിക്കാൻ കഴിയില്ല. ബാക്കിയുള്ള ഈ മൂന്ന് മൊഡ്യൂളും ഒരു വിധപ്പെട്ട എല്ലാ പരീക്ഷയിലും വരുന്നുണ്ട് എന്നുള്ളത് തന്നെയാണ് സത്യാവസ്ഥ. അപ്പൊ ഈ 6 മൊഡ്യൂള് പഠിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഏതൊരു ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്കും അത് ഗുണമുണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. മൊഡ്യൂൾ 7 മുതലാണ് മെക്കാനിക് ഡീസലിന്റെ കാര്യങ്ങൾ തുടങ്ങുന്നത്. അപ്പൊ ഈ മൊഡ്യൂൾ 6 വരെ നമുക്കൊരു കോമൺ ടോപ്പിക്സ് എന്ന് വേണമെങ്കിൽ പറയാൻ സാധിക്കും. നമ്മൾ നോക്കുന്ന സമയത്ത് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പാറ്റേൺ നോക്കുന്ന സമയത്ത് ഏതാണ്ട് എന്താ പറയുക, ഒരു 40% ക്വസ്റ്റ്യനും നമ്മുടെ ഈ ഭാഗത്ത് നിന്ന് മാത്രമൊക്കെ വരാറുണ്ട്. ബാക്കി 60% ക്വസ്റ്റ്യൻ ആണ് ഓട്ടോമൊബൈൽ ആയിട്ടുള്ള മെക്കാനിക് ഡീസൽ ട്രേഡ് എന്നൊക്കെ ചോദിച്ച് കണ്ടിട്ടുള്ളത്. അപ്പൊ നമുക്ക് നോക്കാം. മൊഡ്യൂൾ 7 സ്പെസിഫിക്കേഷൻ ആൻഡ് സർവീസ് എക്യുപ്മെന്റ്സ്. വാഹനത്തിന്റെ സ്പെസിഫിക്കേഷനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, VIN എന്നൊക്കെ പറയും, വെഹിക്കിൾ ഐഡന്റിഫിക്കേഷൻ നമ്പർ അഥവാ ചേസിസ് നമ്പറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, ഒരു വർക്ക്ഷോപ്പിൽ ഉപയോഗിക്കുന്ന ബേസിക് ആയിട്ടുള്ള സർവീസ് എക്യുപ്മെന്റ്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ. അത് ഞാൻ പറഞ്ഞു, അതൊന്നും അങ്ങനെ എല്ലാ ഓട്ടോമൊബൈൽ ബുക്കുകളിലൊന്നും ഉണ്ടാവില്ല. അതൊക്കെ എന്താ, സർവീസ് എക്യുപ്മെന്റ്സ് എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള രീതിയിലാണ് അല്ലെ പഠിക്കേണ്ടത്. അതൊക്കെ എന്താ IT റിലേറ്റഡ് ആയിട്ടുള്ള ബുക്കുകളിലാണ് കൂടുതലും കാണുന്നുണ്ടാവും. അപ്പൊ മൊഡ്യൂൾ 7 വാഹനത്തിന്റെ സ്പെസിഫിക്കേഷനും അതേപോലെ വ്യത്യസ്തങ്ങളായിട്ടുള്ള സർവീസ് എക്യുപ്മെന്റ്സുമാണ് നമുക്ക് ആ ഒരു ഭാഗത്ത് പഠിക്കേണ്ടതുള്ളത്. മൊഡ്യൂൾ 8 എന്താണ് വരുന്നത്? ഡീസൽ എഞ്ചിൻ ഓവർവ്യൂ. സിമ്പിൾ ആയി പറഞ്ഞാൽ എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ് നമുക്ക് ഇനി തുടർന്ന് പഠിക്കാനുള്ളത്. ഇവിടെ നേരത്തെ ആരോ കമന്റ് ചെയ്ത് കണ്ട്, എന്താണ് നമ്മുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിളിൽ എന്തോ ഒരു കാര്യം ആരോ കമന്റ് ചെയ്ത് കണ്ടു. ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിളും ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസലും കമ്പയർ ചെയ്യുകയാണെങ്കിൽ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ അഥവാ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ ട്രേഡ് 2 ഇയർ കോഴ്സ് ആണ്. ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ അഥവാ മെക്കാനിക് ഡീസൽ കോഴ്സ് എന്താണ്? 1 ഇയർ കോഴ്സ് ആണ്. ഇവിടെ നമുക്ക് ട്രാൻസ്മിഷൻ സിസ്റ്റമോ വീൽസ് ആൻഡ് ടയേഴ്സോ ബ്രേക്കോ പെട്രോൾ എഞ്ചിൻ പോലും ഇവിടെ നമുക്ക് ക്ലിയർ ആയിട്ട് പഠിക്കേണ്ടതില്ല. ഇഗ്നിഷൻ സിസ്റ്റം ഒന്നും ഇവിടെ പഠിക്കേണ്ടതില്ല. നമുക്കിവിടെ ആകെ എന്താ, ഡീസൽ എഞ്ചിനുമായി ബന്ധപ്പെട്ടുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള ടേംസ് പഠിക്കണം, ഡീസൽ എഞ്ചിൻ കോമ്പോണൻസുകളെ കുറിച്ച് പഠിക്കണം. ഇപ്പൊ എന്താ പറയാ, ക്രാങ്ക് ഷാഫ്റ്റ്, കണക്ടിങ് റോഡ്, പിസ്റ്റൺ പിന്ന്, പിസ്റ്റൺ റിങ്, അങ്ങനെയുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള എന്തുണ്ട്, ഈ ഡീസൽ എഞ്ചിൻ കോമ്പോണൻസ് ഉണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടിയിരിക്കുന്നു. പിന്നീട് അങ്ങോട്ട് എഞ്ചിൻ റിലേറ്റഡ് സിസ്റ്റംസ് ആണ്. കൂളിംഗ് ആൻഡ് ലൂബ്രിക്കേഷൻ സിസ്റ്റം, ഡീസൽ ഫ്യൂവൽ സിസ്റ്റം, ഇൻടേക്ക് ആൻഡ് എക്സോസ്റ്റ് സിസ്റ്റം, അത്രയും എഞ്ചിൻ റിലേറ്റഡ് സിസ്റ്റംസ് പഠിക്കേണ്ടതുണ്ട്. പിന്നെ മറൈൻ ആൻഡ് സ്റ്റേഷനറി എഞ്ചിൻസുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പഠിക്കേണ്ടതുണ്ട്. എമിഷൻ കൺട്രോൾ സിസ്റ്റം, EGR, SCR അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് എമിഷൻ കൺട്രോൾ സിസ്റ്റം. മൊഡ്യൂൾ 15 ചാർജിങ് ആൻഡ് സ്റ്റാർട്ടിംഗ് സിസ്റ്റവും പഠിക്കേണ്ടതുണ്ട്. നമ്മുടെ ബാറ്ററി ചാർജ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ആൾട്ടർനേറ്ററുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, സ്റ്റാർട്ടിംഗ് മോട്ടറുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ മൊഡ്യൂൾ 15 പഠിക്കേണ്ടതുണ്ട്. മൊഡ്യൂൾ 16 ട്രബിൾ ഷൂട്ടിംഗ്, ഞാൻ പറഞ്ഞു പക്കാ പ്രാക്ടിക്കൽ ഓറിയന്റഡ് ആയിട്ടുള്ള ഒരു മൊഡ്യൂളാണ് മൊഡ്യൂൾ 16. ഓരോ എഞ്ചിനിലും വരുന്ന കംപ്ലൈന്റുകളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്തിലാണ് പഠിക്കേണ്ടതുള്ളത്? നമ്മളുടെ മൊഡ്യൂൾ 16 പഠിക്കേണ്ടത്. അപ്പൊ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇവിടെ എന്താ പഠിക്കാനുള്ളത്? ആകെ എഞ്ചിനും പഠിക്കണം, പിന്നെന്താ കുറച്ച് വർക്ക്ഷോപ്പ് ടൂൾസും ബേസിക് ഇലക്ട്രിസിറ്റിയും വെൽഡിങ്ങും പഠിച്ചാൽ മെക്കാനിക് ഡീസലിന്റെ സിലബസ് ആയി. സത്യത്തിൽ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പഠിക്കുന്നതിന്റെ പകുതി കാര്യങ്ങൾ മാത്രമേ മെക്കാനിക് ഡീസൽ എന്ന് പറയുന്ന ഈ ഒരു ട്രേഡിൽ പഠിക്കാനുള്ളൂ. അപ്പൊ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ ഈ ഒരു മെക്കാനിക് ഡീസൽ ട്രേഡുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഇത് പഠിക്കേണ്ടതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ടുകളോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ എല്ലാവരും നന്നായിട്ട് തന്നെ പ്രിപ്പയർ ചെയ്ത്, വീണ്ടും പറയുന്നു, അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടറും അതേപോലെ വർക്ക്ഷോപ്പ് ഇൻസ്ട്രക്ടർ ഓട്ടോമൊബൈലും ഒക്കെ പരീക്ഷകൾ നടന്ന് അതിന്റെ ലിസ്റ്റ് വരാൻ പോകുന്നത് കൊണ്ട് തന്നെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ലിസ്റ്റിൽ ഉൾപ്പെട്ടാൽ തന്നെ ചിലപ്പോൾ നിയമന സാധ്യത ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ഇല്ലാത്ത കാര്യമാണ്. കാര്യം ഒരുപാട് പേര് കോമൺ ആയിട്ട് പല ലിസ്റ്റിലും ഉള്ളവരുണ്ടായിരിക്കും. അവർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മാറുന്ന സമയത്ത് തീർച്ചയായിട്ടും വേക്കൻസി വരാനൊക്കെ വളരെ കൂടുതൽ സാധ്യതയുണ്ട്. എന്തെങ്കിലും സംശയങ്ങൾ അല്ലെങ്കിൽ എന്തെങ്കിലും ചോദിക്കാനോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് മെക്കാനിക് ഡീസലുമായി ബന്ധപ്പെട്ട ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ചോദിക്കാവുന്നതാണ്. ക്ലിയർ ആണോ? ഓക്കെ, തുടരാം. കഴിഞ്ഞ തവണത്തെ നിയമന നിലയൊക്കെ പറഞ്ഞു, 18 അഡ്വൈസ് ആണ് ഇപ്പൊ ഇതുവരെ പോയിട്ടുള്ളത്. ലിസ്റ്റിന്റെ കാലാവധി ഇനിയും 1 വർഷത്തോളം ഉണ്ട്. അപ്പൊ തീർച്ചയായിട്ടും ഒരു 20ഓളം അഡ്വൈസ് പോകുമെന്ന് തന്നെയാണ് നമ്മളുടെ പ്രതീക്ഷ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ തുടരുന്നു. ഇനി നമുക്ക് അടുത്തത്, നമ്മൾ ഇന്നത്തെ ഒരു വെബിനാറിലൂടെ നമ്മൾ പ്രധാനമായിട്ടും ഉദ്ദേശിച്ച 2 തസ്തികയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഒന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ, മറ്റൊന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്. ജൂനിയർ ഇൻസ്ട്രക്ടർ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ നമ്മുടെ ഈ ആദ്യത്തെ മൊഡ്യൂളുകളിലെ, അതായത് ഈ 6 ഏതാണ്ട് സെയിം തന്നെയാണ്. അതായത് സേഫ്റ്റി, വർക്ക്ഷോപ്പ് പ്രാക്ടീസ്, വർക്ക്ഷോപ്പ് ടൂളുകള്,
ഫാസ്റ്റനിങ് ആൻഡ് ഫിറ്റിംഗ്, ഇലക്ട്രിക്കൽ ആൻഡ് ഇലക്ട്രോണിക്സ്, ആർക്ക് ആൻഡ് ഗ്യാസ് വെൽഡിംഗ്. യാതൊരു തർക്കവുമില്ല, ഇത് മൊത്തം പഠിക്കണം. ബാക്കി മൊത്തം പമ്പുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ, അതായത് റെസിപ്രോക്കേറ്റിംഗ് പമ്പും അതേപോലെ തന്നെ സെൻട്രിഫ്യൂഗൽ പമ്പും നമ്മുടെ വ്യത്യസ്തങ്ങളായിട്ടുള്ള പമ്പുകളും അതിന്റെ വർക്കിങ്ങും അതിന്റെ പാർട്സും അതുമായി ബന്ധപ്പെട്ട വർക്കിംഗ്, അതിന്റെ മോട്ടോറുകളെ കുറിച്ച്, അതിന്റെ പവർ റേറ്റിംഗുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് ആ ഒരു ഭാഗത്ത് പഠിക്കാനുള്ളത്. ഈ പറഞ്ഞ പോലെ തന്നെ നമ്മുടെ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് എന്ന് പറയുന്ന ട്രേഡും 1 ഇയർ കോഴ്സ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് മോട്ടോർ വെഹിക്കിൾ പോലെയോ അല്ലെങ്കിൽ ഫിറ്റർ പോലെയൊന്നും വളരെ വലിയ ഒരു സിലബസ് അല്ല, താരതമ്യേന ചെറിയ സിലബസ് ആയിരിക്കും. കാര്യം 1 ഇയർ കൊണ്ട് കുട്ടികൾ എത്രയാണോ പഠിക്കുന്നത് അത് തന്നെ നമുക്ക് അവിടെ പഠിക്കേണ്ട കാര്യമുള്ളൂ. അതുകൊണ്ട് തന്നെ താരതമ്യേന സിലബസ് ചെറുതാണ് മെക്കാനിക് ഡീസലിനും അതേപോലെ തന്നെ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കിനും എന്ന് മനസ്സിലാക്കുക. പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് കഴിഞ്ഞ തവണ 9 അഡ്വൈസ് ആണ് പോയിട്ടുള്ളത്. ഞാൻ പറഞ്ഞത് ഒരു പുതുതലമുറ ട്രേഡ് ആയിട്ട്, അതായത് പുതിയ തുടങ്ങുന്ന ഐടിഐകളിലൊക്കെ വരാൻ സാധ്യത കൂടുതലുള്ള ഒരു ട്രേഡ് ആയിട്ടാണ് ഈ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് ട്രേഡിനെ കുറിച്ച് പറയുന്നത്. തീർച്ചയായിട്ടും നല്ല നിയമന സാധ്യത ആ ഒരു ട്രേഡിൽ നമുക്ക് പ്രതീക്ഷിക്കാവുന്നതാണ്. ഓക്കെ, എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാവുന്നതാണ്. ഈ തസ്തികയുമായി ബന്ധപ്പെട്ടതിന്റെ കട്ട് ഓഫ് കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ, അപ്പോ എങ്ങനെ പ്രിപ്പയർ ചെയ്യണമെന്ന് എല്ലാവർക്കും ഏകദേശം ഒരു ധാരണ കിട്ടിയെന്ന് പ്രതീക്ഷിക്കുന്നു. നമ്മളൊരു സൈഡിൽ നിന്ന് തുടങ്ങാം. അതായത് ഇപ്പോൾ മെക്കാനിക് ഡീസലിനെ കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ എന്താ പറയുക, മെക്കാനിക് ഡീസലിനെ കുറിച്ചാണ് എന്നുണ്ടെങ്കിൽ എന്താണ്, നമ്മുടെ ആദ്യം ഒന്നുകിൽ നമ്മുടെ വർക്ക്ഷോപ്പ് സൈഡ് തുടങ്ങുക, അല്ലെങ്കിൽ എഞ്ചിൻ റിലേറ്റഡ് സിസ്റ്റംസ് തുടങ്ങുക. ശ്രദ്ധിക്കേണ്ട കാര്യം, ഇത് രണ്ടും ഒരേപോലെ അറിഞ്ഞാലേ, ഇവൻ മെക്കാനിക് ഡീസൽ ആയിക്കോട്ടെ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് ആയിക്കോട്ടെ, പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക് ആണെങ്കിൽ പമ്പുകളുമായി ബന്ധപ്പെട്ടുള്ള സകല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം, മെക്കാനിക് ഡീസൽ ആണെങ്കിൽ എഞ്ചിനുമായി ബന്ധപ്പെട്ട സകല കാര്യങ്ങളും അറിഞ്ഞിരിക്കണം. അതിന്റെ കൂടെ തന്നെ എന്തുകൂടി അറിഞ്ഞിരിക്കണം, നമ്മളുടെ എന്താ പറയുക ബേസിക് ടൂൾസും അതേപോലെ വർക്ക്ഷോപ്പുമായി ബന്ധപ്പെട്ട വർക്ക്ഷോപ്പ് ടെക്നോളജിയുമായി ബന്ധപ്പെട്ട വെൽഡിങ്ങും അങ്ങനെയുള്ള കാര്യങ്ങളും ഒക്കെ നമുക്ക് അറിഞ്ഞിരിക്കണം. ഇത് രണ്ടും ഒരേപോലെ അറിഞ്ഞാൽ മാത്രമേ റാങ്ക് ലിസ്റ്റിൽ നല്ലൊരു മാർക്കിൽ നിങ്ങൾക്ക് എത്തപ്പെടാൻ സാധിക്കുകയുള്ളൂ. കട്ട് ഓഫ് പറഞ്ഞത് ഇന്റർവ്യൂ മാർക്ക് ഉൾപ്പെടെയാണോ? അല്ല, കട്ട് ഓഫ് എന്ന് പറഞ്ഞാൽ റിട്ടേൺ ടെസ്റ്റിന്റെ, അതായത് ഷോർട്ട് ലിസ്റ്റ് വരുമ്പോഴുള്ള മാർക്കാണ് പറയുന്നത്. ഇന്റർവ്യൂ മാർക്ക് വേറെ. ഇന്റർവ്യൂ 20 മാർക്കിനാണ് കണ്ടക്ട് ചെയ്യുന്നത്. ജൂനിയർ ഇൻസ്ട്രക്ടർ തസ്തികയ്ക്കെല്ലാം ഇന്റർവ്യൂ ഉണ്ട്. ഇന്റർവ്യൂ 20 മാർക്കിനാണ് കണ്ടക്ട് ചെയ്യുക. 20 മാർക്കിനാണ് ഇന്റർവ്യൂ കണ്ടക്ട് ചെയ്യാതെ പിന്നീട് ഇന്റർവ്യൂ നടത്തും. അതിന്റെ മാർക്ക് കൂടി ആഡ് ചെയ്തിട്ടാണ് പിന്നെ റാങ്ക് ലിസ്റ്റ് വരിക. ഞാൻ കട്ട് ഓഫ് എന്ന് പറയുന്നത് റിട്ടേൺ ടെസ്റ്റിന്റെ മാർക്കാണ് പറഞ്ഞത്. ഓക്കെ, പഴയ ലിസ്റ്റ് ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന്റെ മാത്രമേ ക്യാൻസൽ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം ലിസ്റ്റ് ഇപ്പോഴും കുറച്ചു കാലം കൂടി നിലവിലുണ്ട്. അത് പല തസ്തികയ്ക്ക് പല പോലെയാണ്, അത് ഞാൻ എല്ലാം പറയാത്തത്. മെക്കാനിക് ഡീസൽ ഏതാണ്ട് 1 വർഷത്തോളം ലിസ്റ്റ് ഇനിയും കാലാവധി ഉണ്ട്. അതേപോലെ പമ്പ് ഓപ്പറേറ്റർ കം മെക്കാനിക്കും ഏതാണ്ട് 1 വർഷത്തിനടുത്ത് കാലാവധി ഉണ്ട്. ഡ്രൈവർ കം മെക്കാനിക്ക് ലിസ്റ്റ് കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞത് ഇതിന്റെ ഗുണം എന്ന് പറഞ്ഞാൽ, നമ്മുടെ ഈ LDCയും പോലീസ് കോൺസ്റ്റബിളും ഒക്കെ പോലെ ഒരു ലിസ്റ്റ് കഴിയുമ്പോഴത്തേക്ക് അടുത്തൊരു ലിസ്റ്റ് ഇറക്കുക എന്നുള്ള രീതിയിലാണ്. കാര്യം ഇതിന്റെ പരീക്ഷ നടത്തി ഇന്റർവ്യൂ ഒക്കെ നടത്തി റാങ്ക് ലിസ്റ്റ് വരുമ്പോൾ 1 വർഷത്തിന് മുകളിലാവുമല്ലോ. അപ്പോഴത്തേക്ക് ആ ലിസ്റ്റ് ക്യാൻസൽ ആയിട്ട് പുതിയ ലിസ്റ്റിൽ നിന്ന് നിയമനം നടത്തുക എന്നുള്ള രീതിയിലായിരിക്കണം അവരുടെ ഒരു പ്ലാൻ. അത് ഇപ്പോഴും നമ്മൾ എന്താ പറയുക IT റിലേറ്റഡ് ആയിട്ടുള്ള സാറുമാരോടും അവരോടൊക്കെ സംസാരിക്കുമ്പോൾ പറയുന്നത്, സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു ട്രെൻഡ് ഇല്ലാത്തതാണ്. അതായത് ഒരു പരീക്ഷ നടന്ന് അതിന്റെ ലിസ്റ്റ് ഒക്കെ കഴിഞ്ഞിട്ടാണ് അടുത്ത ലിസ്റ്റിനെ കുറിച്ച് ചിന്തിക്കുക പോലും ഉള്ളൂ. പക്ഷെ ഇപ്പോ എന്തുകൊണ്ടാണ് ഇവർ ഇത്ര ധൃതി പിടിച്ചൊരു നോട്ടിഫിക്കേഷൻ ഇറക്കിയെന്ന് അറിയില്ല. സാധാരണ നമ്മൾ അന്വേഷിക്കുന്ന സമയത്ത് മനസ്സിലായത്, ഒരുപാട് പുതിയ ITയുടെ പ്രപ്പോസല് പേപ്പറിൽ ഒതുങ്ങി കിടക്കുന്നുണ്ട്. ഇപ്പോഴും പേപ്പറിൽ ഒതുങ്ങി കിടക്കുന്നുണ്ട്. 2018-19 കാലഘട്ടത്തിലാണ് അവസാനമായിട്ട് ഇത് വന്നിട്ടില്ല. എന്താ പറയാ, നോട്ടിഫിക്കേഷൻ പുതിയ ITകളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. അതിനുശേഷം പുതിയ ITയും തുടങ്ങിയിട്ടില്ല. ഒരു പക്ഷെ പുതിയ ITകളിലൊക്കെ നിർമ്മാണം അല്ലെങ്കിൽ അതുമായിട്ട് ബന്ധപ്പെട്ട ചില പേപ്പർ വർക്കുകൾ നടക്കുന്നുണ്ടായിരിക്കാം. അതുകൊണ്ട് പുതിയ ITയെ തുടങ്ങുമ്പോഴത്തേക്ക് കുറച്ച് വേക്കൻസിയും കാര്യങ്ങളൊക്കെ വരാനുള്ള സാധ്യത മുന്നിൽ കണ്ടായിരിക്കണം ഇങ്ങനെ ഒരു ധൃതി പിടിച്ചൊരു നോട്ടിഫിക്കേഷൻ വിളിച്ചതും പരീക്ഷ നടത്താൻ പോകുന്നത്. അതായത് പുതിയ ഒരു PSCയുടെ നയം അനുസരിച്ച്, പുതിയ ചെയർമാന്റെ ഒക്കെ നയം അനുസരിച്ച് പെൻഡിങ് വെക്കാതെ നോട്ടിഫിക്കേഷൻ വന്ന അപ്പൊ തന്നെ എന്ത് ചെയ്യുന്നു, പരീക്ഷ നടത്തുക എന്നുള്ളതാണ് ഒരു പുതിയ രീതി. അതായത് 2024 തന്നെ ഉറപ്പായിട്ടും പരീക്ഷ ഉണ്ടാവും. 2025 ലിസ്റ്റും നിലവിൽ വരാനാണ് സാധ്യത. ഡിപ്ലോമ ഓട്ടോമൊബൈൽ പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക്കൽ എലിജിബിൾ ആണ്. ഇതുവരെ ഡിപ്ലോമ മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് ആണ് പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക്കിന്റെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് പറയുന്നത്. അപ്ലൈ ചെയ്തോളൂ, ഇക്കാലിന്റെ വെച്ച് അപ്ലൈ ചെയ്യൂ. അതിന്റെ വെരിഫിക്കേഷൻ സമയത്തേക്ക് നമുക്ക് എന്തെങ്കിലും രേഖകൾ ഉണ്ടെങ്കിൽ പരിഗണിക്കേണ്ടതാണ്. കഴിഞ്ഞ തവണ പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക്കലുകാരാണ് ഉൾപ്പെട്ടുള്ളതാണ് എൻ്റെ ഒരു അറിവ് കേട്ടോ. അപ്പൊ ഇതാണ് നമ്മുടെ ഈ ഒരു തസ്തികയുമായി ബന്ധപ്പെട്ട് പറയാനുള്ള അതിന്റെ കട്ട് ഓഫ്. ഓരോന്നിന്റെയും കട്ട് ഓഫും കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു. കഴിഞ്ഞ തവണത്തെ കട്ട് ഓഫും ഇതും നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. ഞാൻ പറഞ്ഞു, പഠിക്കുകയാണെങ്കിൽ
ഞാൻ പറഞ്ഞ നല്ല ഒരു ഉയർന്ന റാങ്ക്, അതേപോലെ ഫസ്റ്റ് അഡ്വൈസ്, ജോലി, ആ രീതിയിൽ വേണം നമ്മൾ പഠിക്കേണ്ടത്. ഞാനൊരു എക്സാമ്പിളിന് വേണ്ടി കാണിക്കുന്നതാണ്. നിങ്ങൾക്ക് സ്ക്രീൻ ക്ലിയർ അല്ലെങ്കിൽ ജസ്റ്റ് കൈകൊണ്ട് സൂം ചെയ്താൽ നമ്മുടെ ഫോട്ടോസ് ഒക്കെ സൂം ചെയ്യുന്ന പോലെ സൂം ചെയ്താൽ ആ ക്വസ്റ്റ്യൻസ് കൃത്യമായിട്ട് വായിക്കാൻ സാധിക്കും. ഇപ്പൊ നോക്കിയത് കഴിഞ്ഞ തവണത്തെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസലിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ജസ്റ്റ് ഒരു ഭാഗം ഞാൻ ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്ത് കാണിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻസ് ഇങ്ങനെ മിക്സ് ചെയ്തിട്ടാ വരിക. ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി, ഫയലിന്റെ ഗ്രേഡുമായി ബന്ധപ്പെട്ട, ഫയൽ എന്ന് പറഞ്ഞ വർക്ക്ഷോപ്പ് ടൂളിൽ വരുന്നതാണ്, ഫയലിന്റെ ഗ്രേഡുമായി ബന്ധപ്പെട്ടതാണ്. പിന്നീട് ആൾട്ടർനേറ്ററുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, നമ്മുടെ എഞ്ചിൻ ലെറ്റർ ആയിട്ടുള്ള ചാർജിങ് സിസ്റ്റവുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, പിന്നീട് ഗ്യാസ് വെൽഡിങ്ങുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, പിന്നീട് വീണ്ടും എഞ്ചിനുമായി ബന്ധപ്പെട്ട ഫയറിംഗ് ഓർഡറുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻ, വീണ്ടും എഞ്ചിനുമായി ബന്ധപ്പെട്ട 2 ക്വസ്റ്റ്യൻ. ഇങ്ങനെയായിരിക്കും ക്വസ്റ്റ്യൻ വരിക. അപ്പൊ നമ്മൾ വീണ്ടും വീണ്ടും പറയുന്നു, നമുക്ക് ചില സ്വാധീന മേഖല ഉണ്ടാവും. ചിലർക്ക് ഓട്ടോമൊബൈല് ഫുള്ളായിട്ട് അരച്ചിറക്കി കുടിച്ച് എന്താ പറയാ സുഖമായിട്ട് പരീക്ഷ എഴുതാമെന്നുള്ള രീതിയിൽ നിങ്ങൾ പ്രിപ്പയർ ചെയ്തു പോകും. അങ്ങനെയുള്ള സ്ഥലത്താണ് നമ്മൾ പെടുക. എന്താ, ഈ ബേസിക് ടൂൾസ് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഉത്തരം എഴുതാൻ പറ്റാതെ വരും. ബേസിക് ടൂൾസും വർക്ക്ഷോപ്പ് ടെക്നോളജിയും അതേപോലെ തന്നെ എന്താണ് ബേസിക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും നമ്മുടെ ഈ ഒരു പരീക്ഷയുടെ ഭാഗമായതുകൊണ്ട് തന്നെ അതിന്റെ ഇമ്പോർട്ടൻസ് മനസ്സിലാക്കി തന്നെ അത് പഠിക്കേണ്ടതാണ്. ഇതിന്റെ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെങ്കിൽ എന്താ, ഫയലിന്റെ ഗ്രേഡ് അല്ലാത്ത വിച്ച് വൺ ഈസ് ദ അതർ ദാൻ ഫയൽ ഗ്രേഡ്, ഫയൽ ഗ്രേഡ് അല്ലാത്ത ഏതെന്ന് വെച്ചിരിക്കുന്നത്. ഏതാ ഉത്തരം ഒന്ന് കമന്റ് ചെയ്തേ, എന്നൊന്ന് പറഞ്ഞേ. സിംഗിൾ കട്ട്. സിംഗിൾ കട്ട് എന്താ, കട്ട് അനുസരിച്ചിട്ട് ഫയലുകളെ സിംഗിൾ കട്ട് എന്നും ഡബിൾ കട്ട് എന്നും റാസ്പ് കട്ട് എന്നും കർവ്ഡ് കട്ട് ഫയൽ എന്നൊക്കെ എന്താ പറയാ തരംതിരിക്കാറുണ്ട്. അപ്പൊ സിംഗിൾ കട്ട് ഫയൽ എന്തല്ല, ഗ്രേഡ് അല്ല, അത് കട്ട് അനുസരിച്ചിട്ടുള്ളതാണ്. അപ്പൊ ഓപ്ഷൻ ബി ആണ് അതിന്റെ ഉത്തരം. ആൾട്ടർനേറ്റീവ് റെക്ടിഫിക്കേഷൻ പർപ്പസിന് വേണ്ടി എത്ര ഡയോഡ്സ് ഉപയോഗിക്കാറുണ്ടെന്നാണ് ചോദിച്ചിരിക്കുന്നത്. 6 ആണ് ഉത്തരം വരുന്നത്. 6 ആണ് ഉത്തരം വരുന്നത്. അതേപോലെ അസക്ലീൻ സിലിണ്ടറിന്റെ കളർ മെറൂൺ. ഫയറിംഗ് ഓർഡർ ഓഫ് 6 സിലിണ്ടർ എഞ്ചിൻ ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി 142635 അല്ലെ 153624 അല്ലെങ്കിൽ 142635 ഒക്കെയാണ് വരാറുള്ളത്. ഗ്യാസ് ലീക്കേജ് ബിറ്റ്വീൻ സിലിണ്ടർ വാൾ ആൻഡ് പിസ്റ്റൺ എന്താ, ബ്ലോ ബൈ. ഇതെന്താ, സിമ്പിൾ ക്വസ്റ്റ്യൻ. എന്താ ഉത്തരം, 240 ഡിഗ്രിയുമാണ് ഉത്തരം. അപ്പൊ കഴിഞ്ഞ തവണ അത്രയും എന്താ പറയാ സിമ്പിൾ ആയിട്ടുള്ള പരീക്ഷയാണ് നടന്നത്. നമുക്ക് ഈ ക്വസ്റ്റ്യൻ പേപ്പർ നോക്കുമ്പോൾ തന്നെ മനസ്സിലാവാം. ഇതേപോലെയുള്ള സിമ്പിൾ എക്സാമുകൾ നടക്കുകയാണെങ്കിൽ അതിലൊരു വെല്ലുവിളി എന്ന് പറഞ്ഞാൽ എന്താണ്, താരതമ്യേന കട്ട് ഓഫ് കൂടുതലാക്കി ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് അനുസരിച്ച്. കാരണം ഈ 2017 നോട്ടിഫിക്കേഷൻ വിളിച്ചിട്ടുള്ള ആ തസ്തികയുടെ എക്സാം നടക്കുമ്പോൾ ഈ ഇത്ര വ്യാപകമായിട്ട് കോച്ചിങ്ങോ അല്ലെങ്കിൽ ഓൺലൈനായിട്ട് നമ്മുടെ ITയുടെ ബുക്കോ അല്ലെങ്കിൽ അതിന്റെ ക്വസ്റ്റ്യൻ ബാങ്കോ ഒന്നും കിട്ടുന്ന ഒരു കാലമായിരുന്നില്ല. ITയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ ഏകദേശം എങ്ങനെയാണ് വരിക, ഇതിന്റെ സിലബസ് എങ്ങനെയൊക്കെ അറിയുമായിരുന്നു. എന്നാൽ നമ്മുടെ ഇപ്പോഴത്തെ കാലഘട്ടം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം, ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ കോച്ചിങ്ങും അതിന്റെ നോട്ടുകളും അതേപോലെ അതിന്റെ ക്വസ്റ്റ്യൻസും കാര്യങ്ങളും ഒക്കെ നമുക്ക് പ്രിപ്പയർ ചെയ്യാനുള്ള ഒരുപാട് സംവിധാനങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ പ്രിപ്പയർ ചെയ്താൽ മാത്രമേ നമുക്ക് നല്ല ഒരു റാങ്ക് വാങ്ങിക്കാൻ പറ്റുള്ളൂ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇതേപോലെ വേണ്ടോ, ഇപ്പൊ ത്രെഡുമായി ബന്ധപ്പെട്ടുള്ള ടെർമിനോളജിയുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കാം. ഇത് അറിയാമെന്ന് പ്രതീക്ഷിക്കുന്നു. എന്താ അതിന്റെ ഉത്തരം, 2 സ്റ്റാറ്റ് ത്രെഡ്, സിംഗിൾ സ്റ്റാറ്റ് ത്രെഡ് എന്നൊക്കെ പറയാറുണ്ട്. ത്രെഡിങ്ങുമായി ബന്ധപ്പെട്ട് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ എല്ലാം ഉദ്ദേശിച്ച് ഏതൊക്കെ രീതിയിൽ ക്വസ്റ്റ്യൻ വരാമെന്ന് ജസ്റ്റ് ഒന്ന് കാണിച്ചു തരുന്നു എന്ന് മാത്രം. സിംഗിൾ സ്റ്റാറ്റ് ത്രെഡ്, 2 സ്റ്റാറ്റ് ത്രെഡ് ഒക്കെയാണ്. എന്താ ഈ സ്റ്റാറ്റ് എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ ലീഡ് എന്ന് പറഞ്ഞാൽ, ഒരു റൊട്ടേഷനിൽ ട്രാവൽ ചെയ്യുന്ന, ഒരു റൊട്ടേഷനിൽ ആക്സിലി എത്രത്തോളം ഉള്ളിലേക്ക് നീങ്ങി പോകുന്നു ആ ഒരു ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ലീഡ് എന്ന് പറയുന്നത്. 2 സ്റ്റാറ്റ് ത്രെഡിൽ ലീഡ് ഇസ് ഈക്വൽ ടു 2 ഇൻറ്റു പിച്ച് ആണ്. എന്താ ഈ പിച്ച് എന്ന് പറഞ്ഞാൽ, ഒരു റൊട്ടേഷൻ ചെയ്യുമ്പോൾ ഇങ്ങോട്ട് നീങ്ങുന്നു. പിച്ച് 2 അഡ്ജസ്റ്റബിൾ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള 2 പോയിന്റുകൾ തമ്മിലുള്ള അകലം അല്ലെ. ഇപ്പൊ ഈ അടുത്തടുത്ത 2 പോയിന്റുകൾ തമ്മിലുള്ള അകലത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പിച്ച് എന്ന് പറയുന്നത്. എല്ലാവർക്കും അറിയുന്ന കാര്യമായിരിക്കും. എന്താ, ഇമാജിനറി ഡയമീറ്റർ ഓഫ് ത്രെഡ് ബിറ്റ്വീൻ മേജർ ഡയ ആൻഡ് മൈനർ ഡയ. മേജർ ഡയമീറ്ററിന്റെയും മൈനർ ഡയമീറ്ററിന്റെയും ഇടയിലുള്ള ഡയമീറ്റർ എന്താ പേര് പറയാ, നോമിനൽ ഡയമീറ്റർ. പിച്ച് ഡയമീറ്റർ ആണ്. ഇതിന്റെ ഇടയിലുള്ള ഡയമീറ്റർ, അതായത് ചിത്രം സൂക്ഷിച്ചു നോക്കിയാൽ കാണാൻ സാധിക്കും, ചിത്രം സൂം ചെയ്താൽ കാണാൻ സാധിക്കും. ഈ ഒരു ഡയമീറ്റർ കാണിക്കുന്നുണ്ട്, ഈ ഒരു ഡയമീറ്റർ. ഇത് മേജർ ഡയ, ഇത് ഉള്ളിലത്തെ മൈനർ ഡയ. അതിന്റെ രണ്ടിന് സെന്ററിലൂടെ ഒരു ഡയമീറ്റർ എടുക്കുകയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് പിച്ച് ഡയമീറ്റർ. നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഒക്കെ നമുക്ക് വഴിയെ അടുത്ത ക്ലാസ്സുകളിലൊക്കെ നമുക്ക് ചെയ്യാം. പിച്ച് ഡയമീറ്റർ, എഫക്റ്റീവ് ഡയമീറ്റർ എന്നും പറയണം. അപ്പൊ ഇത്തരത്തിലുള്ള ഞാൻ പറഞ്ഞു സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആവും വരുന്നുണ്ടാവാം. പക്ഷെ നമ്മൾ ITയുടെ എല്ലാ കാര്യങ്ങളും ഒരേപോലെ അരച്ചിറക്കി കുടിച്ചിട്ട് വേണം പരീക്ഷയ്ക്ക് പോകാൻ വേണ്ടിയിട്ട്. മേജർ ഡയമീറ്ററിനെയാണ് നമ്മൾ നോമിനൽ ഡയമീറ്റർ എന്ന് പറയുന്നത്. മൈനർ ഡയമീറ്ററിന് റൂട്ട് ഡയമീറ്റർ അല്ലെങ്കിൽ കോർ ഡയമീറ്റർ എന്ന് പറയാറുണ്ട്.
ഇതേപോലെ ത്രെഡിന്റെ ആംഗിളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് കാണാറുണ്ട്. ആക്മെ ത്രെഡിന്റെ ആംഗിൾ എത്രയാ? എത്രയോട്ടം പരീക്ഷയിൽ ചോദിച്ചു? BSc തന്നെ എടുത്ത് എത്രയാ? 29 ഡിഗ്രി. 9 ഡിഗ്രി അല്ലെ, 29 ഡിഗ്രി. ഇവിടെ BSP ത്രെഡിന്റെ ആംഗിൾ എത്രയോട്ടം ചോദിച്ചു? BSc തന്നെ എടുത്ത് എത്രയാ? 55 ഡിഗ്രി അല്ലെ. അതേപോലെ നോക്കി ഇതിന്റെ ക്വസ്റ്റ്യൻ ഉത്തരം പറയാൻ പറ്റുമോ നോക്കിയേ. ഫ്ലാങ്ക് എന്നാട്ടോ പറയാം. ഈ ഒരു സർഫസിനെ പറയുന്നത്, ഈ ഒരു സർഫസ്. ഈ മുകൾ ഭാഗത്തിന് എന്ത് പറയുന്നു? ക്രസ്റ്റ് എന്നും പറയും. ഈ താഴ്ഭാഗത്തിന് റൂട്ട് എന്നും പറയും ഒരു ത്രെഡില്. അപ്പൊ ഇതിനെ കണക്ട് ചെയ്യുന്ന ഈ ഒരു സർഫസ് ഉണ്ടല്ലോ, ഈ ഒരു സർഫസിന് പറയുന്ന പേരാണ് എന്ത്? ഫ്ലാങ്ക് എന്നാണ് പറയാം. ഫ്ലാങ്ക് എന്നാണ് പറയാ. ചാംഫർ പറഞ്ഞ അതല്ലേ? ചാംഫർ എന്ന് പറഞ്ഞാൽ ഈ ചെരുവിന് ആംഗിൾ കൊടുക്കുന്നതിനാ പറയാം. ചെരിച്ച് കട്ടിയില്ലേ ഈ അറ്റം, ത്രെഡിന്റെ അറ്റം, ഈ ഒരു അറ്റം, അതിനെ ചാംഫർ ആംഗിൾ എന്ന് പറയും. കട്ടിയെ ചാംഫറിംഗ് എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെരിച്ച് കട്ട് ചെയ്യുന്നതിനാണ് ചാംഫറിംഗ് എന്ന് പറയാം. പറഞ്ഞതിന്റെ ഉത്തരം എന്താ? ചിത്രത്തിൽ വളരെ കൃത്യമാണല്ലോ. പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ റൂട്ട് ആൻഡ് ക്രസ്റ്റ്. റൂട്ട് എന്താന്ന് ഞാൻ പറഞ്ഞു, താഴ്ഭാഗം. ക്രസ്റ്റ് എന്താന്ന് പറഞ്ഞു, ഈ മുകൾ ഭാഗം. ഇതിന്റെ ഇടയിൽ ഈ പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിന് എന്താ പേര് പറയാ? ഡെപ്ത് അല്ലേ, ആഴം അല്ലെ. ഡെപ്ത് ഓഫ് ത്രെഡ് എന്നാണ് പറയാ കേട്ടോ. ഡെപ്ത് ഓഫ് ത്രെഡ് എന്നാണ് പറയാ. വാഷർ, ഈ വാഷറിന് എന്താ? ഈ വാഷർ, ഈ ചിത്രത്തിൽ കാണുന്ന വാഷറിന് ഒരു പേരിന് എന്താ? സ്പ്രിംഗ് വാഷർ. സ്പ്രിംഗ് വാഷർ. വൈബ്രേഷൻ വരുന്ന സ്ഥലങ്ങളിൽ ഉപയോഗിക്കുന്ന വാഷർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പ്രിംഗ് വാഷർ ആണ് ഉത്തരം. ഇവിടെ ചോദിച്ചിരിക്കുന്ന ഈ ഒരു ക്വസ്റ്റ്യൻ കഴിഞ്ഞ തവണ ജൂനിയർ ഇൻസ്ട്രക്ടർ ഫിറ്ററിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. കഴിഞ്ഞ തവണത്തെ ഫിറ്ററിന്റെ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യൻ. ഈ ചിത്രം കണ്ടിട്ട് എന്ത് വാഷറാന്ന് പറഞ്ഞേ? ഈ ചിത്രം കണ്ടിട്ട് എന്ത് വാഷറാണെന്ന് പറഞ്ഞേ? ടാബ് വാഷർ. എന്താണ് അതിന്റെ ഉപയോഗം എന്ന് പറഞ്ഞേ? ലോക്ക് ചെയ്യാൻ വേണ്ടിട്ട്. വാഷറിന്റെ ഉപയോഗവും നടക്കും. അതേപോലെ ഈ സൈഡ് ഇങ്ങനെ ഉള്ളിലേക്ക് മടങ്ങി വെച്ചിട്ട് ഈ നട്ട് ലൂസ് ആവാതെ ലോക്ക് ചെയ്ത് വെക്കുവാനും സാധിക്കും അല്ലെ. അപ്പൊ ഇത്തരത്തിലുള്ള വിച്ച് വാഷർ ഇസ് യൂസ്ഡ് ടു ലോക്ക് നട്ട്, നട്ടിനെ ലോക്ക് ചെയ്ത് വെക്കുവാനും വാഷറിന്റെ ഉപയോഗവും ഒരേപോലെ നടക്കുന്ന വാഷർ ഏതാണ്? ഈ ചിത്രത്തിൽ കാണുന്ന ടാബ് വാഷറുകളാണ്. ഓപ്ഷൻ സി ടാബ് വാഷർ ആണ് ഉത്തരം വരുന്നത്. ഓപ്ഷൻ സി ടാബ് വാഷർ ആണ് ഉത്തരം വരുന്നത്. ഓക്കെ, ഇത് കഴിഞ്ഞ തവണ ഫിറ്റർ പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പൊ വാഷറുകളെ കുറിച്ച് പഠിക്കണം, നട്ടുകളെ കുറിച്ച് പഠിക്കണം. ഈ ക്വസ്റ്റ്യൻ ഉത്തരം പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം. എന്താ? പെട്ടെന്ന് വിങ് നട്ട് അല്ലെ. മൂവ് ചെയ്യാനും റീഫിക്സ് ചെയ്യാനൊക്കെ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന നട്ട് ഏതാണെന്ന് ചോദിച്ചാൽ വിങ് നട്ടാണ് ഉത്തരം വരുന്നത്. ഓക്കെ, വിങ് നട്ടാണ് ഉത്തരം വരുന്നത്. ഇത് കഴിഞ്ഞ തവണ നമ്മളുടെ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യനാണ്. എന്താണ് ഗ്യാപ്പ് നട്ട്? പ്രൊട്ടക്ട് ദ ത്രെഡ് ഫ്രം ഡാമേജ്. അതായത് ഈ എൻഡ് ത്രെഡുകളെ, ഈ ത്രെഡിനെ കവർ ചെയ്യുന്ന രീതിയിൽ ഒരു കവറിംഗ് സംവിധാനം ഈ നട്ടുകൾക്ക് കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ നട്ടിന്റെ ത്രെഡൊക്കെ ഡാമേജ് ആവുന്ന ഒരു പരിധി വരെ തടയുവാൻ സാധിക്കും. കഴിഞ്ഞ തവണ ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ പരീക്ഷ ചോദിച്ച ക്വസ്റ്റ്യനാണ്. എല്ലാവർക്കും അറിയാം. എന്താ? സർക്ലിപ്പ് ആണ് അല്ലെ. സർക്ലിപ്പാണ് തരുന്നത്. ഓക്കെ, സർക്ലിപ്പാണ് തരുന്നത്. പിന്നെ ഫയലുമായി ബന്ധപ്പെട്ടുള്ള ഞാൻ പറഞ്ഞല്ലോ, ഗ്രേഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്, അതേപോലെ തന്നെ എന്താ പറയാ, കട്ടുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങള്. ഈ കട്ടിന്റെ ആംഗിൾ ഇതാ, ഈ കട്ടിന് അപ്പ് കട്ട് ഓവർ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള 2 ആംഗിൾ ഉണ്ടാവും. ഇതേപോലെ ഡബിൾ കട്ട് ഫയലുകൾക്ക് 2 കട്ട് ഉണ്ട്. ഒന്ന് 51 ഡിഗ്രിയിൽ ചരിച്ചിട്ടുള്ള ഒരു കട്ട്, അതിനെന്താ പേര് പറയാ? 51 ഡിഗ്രിയിൽ ചരിച്ചുള്ള കട്ടിന് അപ്പ് കട്ട് ചെയ്യുന്നു. ഓവർ കട്ട് എന്ന് പറഞ്ഞിട്ടുള്ള മറ്റൊരു കട്ടുണ്ട്, അതിനെന്താ പറയാ? 70 ഡിഗ്രി ആംഗിൾ ഉള്ള ഓവർ കട്ട് എന്നും പറയും. ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. ഓവർ കട്ടിന്റെ ആംഗിൾ ആണെന്നാണ് ഒരു ഓർമ്മ. ഓവർ കട്ടിന്റെ ആംഗിൾ എത്രയാണെന്ന് ജൂനിയർ ഇൻസ്ട്രക്ടർ മെക്കാനിക് ഡീസൽ പരീക്ഷയ്ക്ക് ചോദിച്ച ക്വസ്റ്റ്യനാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, നമുക്ക് എന്ത് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, ഓട്ടോമൊബൈൽ മാത്രം പഠിച്ചതുകൊണ്ടോ, ഇനിയിപ്പോ പമ്പ് ഓപ്പറേറ്റർ മെക്കാനിക് ആണെങ്കിൽ പമ്പിനെ കുറിച്ച് മാത്രം പഠിച്ചതുകൊണ്ടോ കാര്യമില്ല. നമ്മൾ ആ കാര്യങ്ങൾ പഠിക്കുക. അതിന്റെ കൂടെ ഇതെല്ലാം കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതായത് ബേസിക് ടൂൾസും അതേപോലെ വർക്ക്ഷോപ്പ് ടെക്നോളജിയും, അല്ലെങ്കിൽ എന്താ പറയുക, ബേസിക് സേഫ്റ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും, ഇലക്ട്രിസിറ്റിയുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും, ബേസിക് ഇലക്ട്രോണിക്സുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ ഏതൊരു ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷയ്ക്കും കോമൺ ആയിട്ടുള്ള കാര്യമാണ്. അതിന്റെ കൂടെ തന്നെ പറയേണ്ട 1-2 കാര്യം, വി ബ്ലോക്കുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം, വി ബ്ലോക്കിന്റെ ഗ്രേഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ ചോദിക്കാം. ഇതേപോലെ നോക്കി ഈ ചിത്രത്തിൽ കാണുന്ന ആംഗിൾ പ്ലേറ്റുകളുടെ ഗ്രേഡുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളും ഒക്കെ പരീക്ഷയ്ക്ക് ചോദിക്കാവുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത്, ജൂനിയർ ഇൻസ്ട്രക്ടർ പരീക്ഷ മാത്രമല്ല, അതിന്റെ കൂടെ കുറെ അഡ്വാൻറ്റേജ് ഉള്ള പരീക്ഷകൾ കൂടി നടക്കുന്നുണ്ട്. ട്രേഡ്സ്മാൻ പരീക്ഷ വരുന്നുണ്ട് അല്ലെ. എല്ലാവരും അപ്ലൈ ചെയ്യണം. ട്രേഡ്സ്മാൻ തസ്തികയിൽ ഒരുപാട് നോട്ടിഫിക്കേഷൻസ് തൊട്ട് മുമ്പ്, അതായത് കഴിഞ്ഞ തവണത്തെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ മാസത്തെ നോട്ടിഫിക്കേഷനിൽ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരും അപ്ലൈ ചെയ്യണം. അതിൽ തന്നെ ട്രേഡ്സ്മാൻ ഫിറ്റിംഗ് ഉണ്ട്, ട്രേഡ്സ്മാൻ ഹീറ്റ് മെറ്റൽ ഉണ്ട്, അതേപോലെ തന്നെ ഓട്ടോമൊബൈലുമായി ബന്ധപ്പെട്ട 2-3 ട്രേഡ്സ്മാൻ തസ്തികകളുണ്ട്. അതേപോലെ തന്നെ ഈ നോട്ടിഫിക്കേഷൻ, അതായത് 2023 അവസാന ഘട്ട നോട്ടിഫിക്കേഷന്റെ കൂടെ തന്നെ വന്നിട്ടുണ്ട് സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെന്റിൽ ഫിറ്റർ തസ്തികയിൽ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട്. അതിനൊക്കെ നമുക്ക് ഇതേ ഒരു സിലബസ് ഫോളോ ചെയ്ത്
വേണ്ടിയിട്ട് എന്ത് ചെയ്യാൻ സാധിക്കും, പഠിക്കുവാൻ സാധിക്കും. അതായത് ജൂനിയർ ഇൻസ്ട്രക്ടർ പ്രിപ്പയർ ചെയ്യുന്ന കൂട്ടത്തിൽ അങ്ങനെയുള്ള ഒരുപാട് പരീക്ഷകൾ കൂടി നമുക്ക് എഴുതുവാൻ സാധിക്കും. അപ്പൊ വളരെ വലിയ അല്ലെങ്കിൽ വളരെ മികച്ച ഒരു അവസരമാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. നമ്മളെ ബിഗ് ലേണിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, നമ്മളെ ഇതിന്റെ കോഴ്സുകളും കാര്യങ്ങളും കണ്ടക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ കോഴ്സിൽ അഡ്മിഷൻ എടുക്കാനോ കാര്യങ്ങളോ താല്പര്യമുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറുകളിൽ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് താഴെ സ്ക്രീനിൽ അപ്പോൾ നിങ്ങൾക്ക് വിസിബിൾ ആവുന്നുണ്ടാവും നമ്പർ, അതിൽ കോൺടാക്ട് ചെയ്തിട്ട് അഡ്മിഷൻ ഒക്കെ എടുക്കാവുന്നതാണ്. വീണ്ടും പറയുന്നു, നമ്മളുടെ IT ഓറിയന്റഡ് ആയിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവുക. അപ്പൊ ആ രീതിയിൽ തന്നെ വേണം നിങ്ങൾ പ്രിപ്പയർ ചെയ്യുവാൻ വേണ്ടിയിട്ട് എന്ന് മനസ്സിലാക്കുക. അപ്പൊ എന്തെങ്കിലും ഡൗട്ടുകൾ ഇതുമായി ബന്ധപ്പെട്ട് ചോദിക്കുകയാണെങ്കിൽ നമുക്ക് ചോദിക്കാം, അത് കഴിഞ്ഞ് നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ പറഞ്ഞു പ്രക്രിയയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, അതിന്റെ കട്ട് ഓഫ് ഏകദേശം എങ്ങനെ അതിന് പ്രിപ്പയർ ചെയ്യണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞു. ഓക്കെ.